വല പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു കൂണ്ടെടുക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. ഹേ നമസ്കാരം, വെൽക്കം ടു ഡേ 8 ഗിൽനെറ്റ് ബോട്ട് ഫിഷിംഗ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിന് മുന്നിലായിട്ടൊരു ചെറിയ കൂണ്ട് കണ്ടിരുന്നു. കൂണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇത് ശ്രീലങ്കക്കാർ കൊണ്ടുപോയിടുന്ന ഒരൊടക്കാണ്. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ആ റഡാർ ഇട്ടിരുന്ന് അത് നേരെ കൊടിക്കുമ്പോൾ നമ്മൾ പൊക്കിടുകേണ്ട. അപ്പോൾ ഈ ഉടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ശ്രീലങ്ക അങ്ങനത്തെ ചൂണ്ട ബോട്ടുകളാണ് മെയിനായിട്ട് ഇടുന്നുണ്ട് കടലിൽ. ഇതെപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോട്ടറി പോലെ തന്നെ ഉണ്ട്. നിറച്ചും മീനായിരിക്കുള്ളൂ ഇതിൻ്റെ അടിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ മീൻ തൊട്ട് വലിയ കൊമ്പന്മാർ വരെ ഇതിലുണ്ടാവട്ടെ. കൂണ്ടെന്നുള്ളത് നമ്മുടെ അണ്ണന്മാർ പറയണേണ്ട. അങ്ങനെ നമ്മൾ നേരെ ഓട്ടച്ചൂണ്ട ഇളക്കിയിട്ടുണ്ട്. ഇനി നേരെ ബോട്ട് എടുത്ത് ഇതിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിക്കാനായിട്ട് പോവേണ്ട. നേരത്തെ കണ്ട ആ കൂണ്ടില്ല, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ബോട്ടിട്ട് കറക്കിക്കൊണ്ടിരിക്കേണ്ട ചൂണ്ട ഇളക്കിയിട്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ മീനുണ്ട്. ഈ കൂടുതൽ ചെറുത് ഇവർ ഊമക്കുട്ടാന്ന് പറയും, പിന്നെ അതുപോലെ നമ്മുടെ വറ്റ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുറ എന്ന് പറഞ്ഞാൽ സ്രാവാണ്ട, പിന്നെ ഈ നെയ്മീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വലിയ മീനൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബോട്ടുകാരിടണേണ്. അപ്പോൾ ഇതിൻ്റെ ഈ ബോയുടെ ഉള്ളിൽ റഡാർ ഉണ്ടാവും. ഇതിങ്ങനെ ഒഴുകി കിടക്കുമല്ലോ, ഈ സാധനം എവിടെയെന്ന് അറിയണമല്ലോ. റഡാർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ സോളാർ ആയിരിക്കുള്ളൂ, ബാറ്ററി ആയിരിക്കുള്ളൂ, സോളാർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ വല പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടാണ് ഇത് അവിടെ ഉണ്ട്, അവിടെ ഉണ്ടാ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഗോപ്രോ ഒക്കെ ഇറക്കിയിട്ടാ ആ വീഡിയോസൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ആഴക്കടലിലേക്കുള്ളൊരു മീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം പറയണേണ്ട. അതായത് ഒരു കുപ്പി ഇങ്ങനെ പൊന്തിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കുറച്ച് പായൽ ഈ മുളുസ്കുകളൊക്കെ ഒന്ന് പിടിക്കും. എന്നിട്ട് അതിന് ചുറ്റും ഇഷ്ടം പോലെ മീനുകളായിരിക്കും. അത് കുറച്ച് വിശപ്പ് കൂടുതലുള്ള അങ്ങനെ തിന്നാൻ കിട്ടാത്ത ടൈപ്പ് മീനുകളാണ് ഈ ആഴക്കടലിലേക്കുള്ള കേട്ടോ. നമ്മുടെ ബോട്ട് നിർത്തുമ്പോൾ പോലും അതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ വറ്റകളാണുള്ളത്. ഇപ്പോൾ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ മീൻ അവിടെ കിടന്ന് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടച്ചുകൊണ്ടിട്ട് നമ്മുടെ ബോട്ട് കറക്കി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മീൻ പിടിക്കാതിരിക്കില്ല. ഈ മീൻ കൂട്ടത്തിൻ്റെ ഇടയിൽ എന്തിനാണ് നിങ്ങൾ ചൂണ്ടിടുന്ന ഒരു വലയിട്ടാൽ പോരെന്ന് പലരും ചിന്തിക്കും. വലയിനകത്ത് ആ മീൻ കയറത്തിലിട്ട് ഓടിക്കളയും. അപ്പോൾ നമ്മൾ ഈ ബോട്ടിട്ട് കറക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൂണ്ടിയില്ലേ, ഈ ഓട്ടച്ചൂണ്ടയുടെ ആ ഒരു ലൂറിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ മീൻ കൂട്ടാണ്. നമ്മുടെ ബോട്ടിൽ ഇത് കെട്ടിയിട്ടിട്ട് ബോട്ട് ഓടിക്കുമ്പോൾ ഇത് മീൻ വന്ന പോലെ വരും. അപ്പോൾ അതെ നമുക്കിപ്പോൾ കിട്ടിയാണുണ്ട കേരയുടെ തന്നെ വേറൊരു വെറൈറ്റി ആണ് കിട്ടിയാണ്, ഒരു ഊമക്കുട്ട എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഈ വറ്റയൊക്കില്ലേ, വറ്റ ഇഷ്ടം പോലെ മീനുണ്ട്. പിന്നെ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട്. അത് ചെറുതൊട്ട് അടിയിലേക്ക് പോകുമ്പോൾ കൊമ്പന്മാർ വരെ ഉണ്ട് കേട്ടോ. രണ്ടൂന്നെണ്ണത്തിന് നമുക്ക് കിട്ടിയേട്ടാ. വീണ്ടും നമ്മൾ ആ ഒരു ഉടക്കിൻ്റെ ചുറ്റൂട്ട് ഇങ്ങനെ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കൂട്ട ബോട്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ വന്നുകൊണ്ടിരിക്കേണ്ട. ഒന്നല്ല രണ്ടെണ്ണമാണ്, 2 കൂണ്ടാണ് നമ്മൾ കണ്ടേക്കണേ കേട്ടാ. അങ്ങനത്തെ രമേശനും കിട്ടിയാണ് കേട്ടാ. ഇഷ്ടം പോലെ വലിയ മീനുകളുണ്ട് അടിയിൽ. ദൈവം എങ്ങനെ അടുത്ത മീൻ. അങ്ങനെ അതിനെ ആൽബർട്ട് നേരെ എടുത്തിട്ട് അപ്പുറം നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ, ബോക്സിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് ഇടാനായിട്ട് പോകേണ്ട. നമ്മുടെ ബോട്ട് ഇപ്പം നിലവിൽ നിൽക്കണ ആ ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽദീവ്സ് അടുത്തൊക്കെ ആയിട്ടാണ്. ഇങ്ങനെയുള്ള കൂണ്ടുകൾ റെഡിയാക്കി കടലിലേക്ക് ഇടുന്നത് നമ്മുടെ ചൂണ്ടപ്പണിക്കാരാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഇട്ടിട്ട് പോവും. പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞാണ് വന്ന് ചൂണ്ടിടണേട്ടാ.
കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു GPS ഉണ്ട്. ആ GPS-നകത്ത് നമുക്ക് എവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് അറിയാൻ പറ്റും. ഇതുപോലെയുള്ള ഉടക്കുകൾ കാണുന്നത് ഡീപ് സീലാണ്. അതുമാത്രമല്ല ഗിൽനെറ്റ് ബോട്ടുകാരാണ് കൂടുതലും ഇങ്ങനെ കാണാറുള്ളത് കേട്ടോ. നമ്മളാണെങ്കിൽ പോലും അതിന് ചുറ്റും നടന്ന് അവിടെയുള്ള മീനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവും, അല്ലാതെ അത് നശിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം പല ടൈപ്പ് ഫിഷിംഗ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ശ്രീലങ്കൻ ബോട്ടുകാരുടെ ഒരു തരം മീൻപിടുത്തമാണ് നമ്മുടെ ഈ ഒരു കൂണ്ട് വെച്ചുള്ള മീൻപിടുത്തോട്ടെ. അതും കൂടുതൽ ഡീപ് സീലാണ് കാണുന്നത്. ഇത് നോക്കി ഒറ്റ ചൂണ്ടയിൽ തന്നെ 3-4 കൊളുത്തിട്ടിട്ട് ആ ഹുക്കിനകത്ത് പിടിച്ചാണ് മീനുകളുണ്ട്. കൂടുതലും കിട്ടുന്നത് 1/2 കിലോ 1 കിലോ സൈസുള്ള ചൂരയുണ്ട കിട്ടുന്നത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ നേരെ കൂണ്ടിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇരയിട്ടുള്ള ചൂണ്ടിടാൻ പോയിന്. അതായത് നമുക്ക് രാവിലെ ഇഷ്ടം പോലെ താവുവാരനെ കിട്ടിയിരുന്നു. ആ താവുവാര കട്ട് ചെയ്തിട്ട് നേരെ ചൂണ്ടയെ കൊളുത്തിയിട്ട് നമ്മൾ ആ ഒരു കൂണ്ടിൻ്റെ അടുത്തേക്ക് ഇടും. അപ്പോൾ അടിയിലേക്ക് പോകാൻ നേരത്ത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമുക്ക് ഹുക്കിൽ മീൻ പിടിക്കണതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റി മീനുകളുണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ ആ ഒരു കടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യത്തെ കൂണ്ടിൻ്റെ അവിടെ നിന്ന് മാറി നമ്മൾ രണ്ടാമത് കണ്ട ആ കൂണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ഇത് നോക്കിയ കടൽ കിടക്കണുണ്ട, നല്ല തെളിഞ്ഞി പുഴ പോലെ കിടക്കണുണ്ട. ഈ വെള്ളത്തിൻ്റെ കളറ് നിങ്ങൾ നോക്ക്, അത് അടിയിലേക്ക് പോയേക്കണത് വരെ നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഇത് നോക്കി ഇഷ്ടം പോലെ വറ്റക്കുഞ്ഞുങ്ങളാണ് ആ യെല്ലോ കളറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കളിക്കണേട്ട. ഇതൊന്നുമല്ല, കുറച്ചും കൂടി ഞാൻ കാണിച്ചു തരാം. അവ രമേശണ്ണനെ അടുത്തിട്ട് വെറുതെ ഒന്ന് വലിച്ചു നോക്കി വറ്റ കിട്ടണ്ടാന്ന്. പക്ഷേ ചെറിയ മീനായതിൻ്റെ പേരിൽ അത് അത്രയും വലിയ ഒരു ഹുക്കിനകത്ത് പിടിക്കണല്ലോ. ഇവിടെ നമ്മൾ ചൂണ്ടൻ ഇടണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പാലാ മീനില്ലേ, നമ്മുടെ മാഹി ചെയിൻ കവർ എന്ന് പറയുന്ന മീൻ, ആ മീനും ഒരുപാട് ഇതിൻ്റെ ഒപ്പം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ടത്. നോക്കി നിങ്ങൾ ഈ കാണുന്ന തെളിഞ്ഞ വെള്ളത്തിലേക്ക് ഗോപ്രോ ഇറക്കി ആ കാണുന്ന മീൻകൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ആ വ്യൂ എങ്ങനെ ഉണ്ടാവും? അടിപൊളി വ്യൂ ആയിരിക്കും അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 32 ദിവസം ഗിൽനെറ്റിൽ പോയതിൽ ഞാൻ കണ്ട ഒരു അത്ഭുത കാഴ്ചകളിലൊന്നായിരുന്നിട്ടത്. അത്രക്കും അടിപൊളിയായിരുന്നത് കാണാനായിട്ട്. അത്യാവശ്യം ആഴത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൂണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 4-8 ബോയ ടോട്ടലി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അത് പൊക്കി നിർത്താൻ വേണ്ടിയാണ്. അതുപോലെ ഇതിനകത്തൊരു സോളാറിൻ്റെ ചെറിയൊരു GPS പോലത്തെ സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ അറിയാനുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ബർണാക്കിൾസ് പിടിച്ചാനുണ്ട് അതിനകത്ത്. ആ ബർണാക്കിൾസും പായലും കഴിക്കാനായിട്ടാണ് നമ്മുടെ ഈ മീൻ ചുറ്റും ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം ആ കാണുന്നുണ്ട്, പഴുന്തിയാണ്, സ്പേഡ് ഫിഷാണ് ഉണ്ടാക്കാണ്. അങ്ങനെ ഗോപ്രോൻ്റെ ലെങ്ത് എത്താത്തതിൻ്റെ പേരിൽ ഒരു മുളവടിയൊക്കെ ഇട്ട് കൊടിക്കമ്പിനകത്ത് സെറ്റ് ചെയ്ത് എൻ്റെ ട്രൈപ്പോയിഡ് നീട്ടി വെച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഈ ഒരു കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട്. ഡിസ്കവറി ചാനലിൽ കാണുന്ന പോലത്തെ കാഴ്ചകളാണ് എൻ്റെ ആ ഗോപ്രോയിൽ ഞാൻ ഈ കാണുന്ന വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാ. ഒരുപാട് കിടിലൻ കാഴ്ചകൾ. അത് ഈ വെള്ളത്തിൻ്റെ തെളിച്ചം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗോപ്രോനകത്ത് എത്ര ക്ലിയർ ആയിട്ട് ഇതെല്ലാം കാണാൻ പറ്റുമെന്നുള്ളത്. ഡേ 8ൻ്റെ 2 എപ്പിസോഡ്, അതിൽ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഇതിൻ്റെ കണ്ടിന്യൂഷനിൽ ഇപ്പോൾ ആദ്യം ആ കടലിൻ്റെ അടിയിലെ വീഡിയോസാണ് നമ്മൾ കയറ്റാനായിട്ടിരുന്നിരുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ ഇര കൊളുത്തി പിടിക്കണ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ചൂണ്ട ഇട്ടിട്ട്, അതായത് നമുക്ക് കിട്ടിയ ആ താവുകാരനെ കട്ട് ചെയ്ത് ചൂണ്ടയിൽ കുരുക്കിയിട്ട് നേരെ ഇരയാക്കിയിട്ടിട്ട് പിടിക്കണ ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ഇതിനകത്ത് അടിയിൽ സ്രാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഗോപ്രോ ഇതുപോലെ കെട്ടിയിറക്കിയിട്ടാ. സ്രാവിനെ വലിയ ഹുക്കിട്ടാണ് നമ്മൾ പിടിക്കാനായിട്ട് നിന്നത്. അങ്ങനെ പിടിക്കണ സമയത്ത് സ്രാവ് വന്ന് ആ ചൂരനെയാണ് നമ്മൾ നേരം വരെയിട്ട് ആ ചൂരനെ പിടിച്ച് കടിച്ചിട്ട് പോണ ഒരു വിഷ്വൽ നമ്മുടെ ഗോപ്രോയിൽ കിടിലനായിട്ട് കിട്ടിയാണ്. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് വേറൊരാൾ എൻ്റെ ഗോപ്രോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് കൊടുക്കാനായിട്ട് എൻ്റെ SD കാർഡ് ഊരിയിട്ട് ഞാൻ കൊടുത്താണ്. ആ ഊരി വെച്ച സാധനം എവിടെയാണ് വെച്ചതെന്ന് ഞാൻ മറന്നു പോയിട്ടാ. സാധാരണ വെക്കണ സ്ഥലങ്ങളിലെല്ലാം നോക്കി, പക്ഷേ സ്ഥാനം കാണില്ല. ഇപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ അന്വേഷിക്കാറുണ്ട്. കാരണം 10-30 ദിവസം ഞാൻ കിടന്നതിൽ ഏറ്റവും മികച്ച വീഡിയോസാണ് ആ മെമ്മറി കാർഡിലുള്ളത്. അതും ഡീപ് സീയിലെ അണ്ടർ വാട്ടർ വീഡിയോസ്, ആ ഷാർക്കൊക്കെ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് വീഡിയോസ്. ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നമ്മുടെ കമ്പനി ബോട്ട് അപ്പോൾ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരെ നമ്മൾ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു കൂണ്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ വന്നാണ്ട. നമ്മൾ കുറച്ച് വറ്റനെ പിടിച്ചിട്ടുണ്ട് ചൂണ്ടയിൽ. അത് നേരെ ബോക്സിലേക്ക് ആക്കിയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആൽബർട്ട്. ഈ വറ്റ അങ്ങനെ എപ്പോഴും നമ്മുടെ വലയിനകത്ത് കിട്ടില്ല. കാരണം ആ വലയിനകത്ത് ഈ മീൻ കയറില്ല, വല കാണുമ്പോൾ തന്നെ വിട്ടളയും. അപ്പോൾ ഇത് ചൂണ്ടയിൽ കിട്ടിയപ്പോൾ ബോക്സിലിട്ടേക്കാണ്. ഇത് അധികം നേരം ഒന്നുമില്ല കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിനെ വറക്കാനായിട്ട് എടുക്കും. മസാലയൊക്കെ കുളിപ്പിച്ച് സെറ്റ് ചെയ്ത് വറുത്തരോട്ടോ നമ്മളെ രമേശണ്ണൻ. രാവിലെ കൂണ്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ നേരം ഒരു ഉച്ച സമയമായിട്ടാണ്. അങ്ങനെ ഉച്ചക്കലത്തേക്ക് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഗിൽനെറ്റ് ബോട്ടിൽ ചോറൊന്നും ആയിരിക്കില്ല, വെറൈറ്റി സാധനങ്ങളായിരിക്കും ഉണ്ടാക്കണത്. ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് ഇതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ബോണ്ടയാണെന്ന്. പക്ഷെ ഇത് ബോണ്ടയല്ല, ഇത് ഗുലാബ് ജാമാണ് ഉണ്ടാക്കണത്.
നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു 3-4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുണ്ടകളാക്കി വെച്ചില്ലേ ആ ഗുലാബ് ജാമിൻ്റെ ആ റെഡിമെയ്ഡ് പാക്കറ്റ് വാങ്ങാൻ കിട്ടണേണ്ട അത് ഓയിൽ ഒഴിച്ചിട്ട് മുക്കിപ്പൊരിച്ച് വറുത്തെടുക്കാനായിട്ട് പോകേണ്ട. ചില സമയങ്ങളിലൊക്കെ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം ഇങ്ങനത്തെ വെറൈറ്റി ഡിഷുകളായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് മാറുമെന്നൊക്കെ പലരും ചിന്തിക്കും. പക്ഷേ ഇത് ഒരുപാട് കഴിച്ച് കഴിയുമ്പോൾ മട്ടിച്ചിട്ട് നമ്മുടെ വിശപ്പ് മാറും കേട്ടോ. സാധാരണ ഇത് ഐസ്ക്രീം എല്ലാം വാങ്ങാൻ നേരത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ ഒപ്പമാണ് നമ്മൾ ജസ്റ്റ് സൈഡായിട്ട് കഴിക്കണത്. പക്ഷേ ഇവിടെ മെയിൻ കോഴ്സായിട്ട് നമ്മൾ എടുക്കണത് ഈ ഗുലാബ് ജാമാണ് കേട്ടോ. അങ്ങനെ അത് വറുത്ത് മാറ്റിയിട്ട് പഞ്ചസാര വെള്ളത്തിലേക്ക് കുറച്ച് നേരം കുതിർത്താനായിട്ട് അങ്ങോട്ട് ഇടട്ടെ. കറി വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ചോറ് വെച്ചിട്ടില്ല, അതാണ് വിഷയം കേട്ടോ. കറിയുണ്ട്, ചോറില്ല. അങ്ങനെ ഗുലാബ് ജാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു ചൂടെല്ലാം പോയി കഴിയുമ്പോഴേക്കും സംഭവം നല്ല അലിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോ പ്ലേറ്റ് എടുത്തുകൊണ്ടുവന്ന് ആ പ്ലേറ്റിനകത്ത് ഇഷ്ടംപോലെ ഇതിങ്ങനെ കമത്തിയിട്ടുണ്ട്. ഷുഗറൊക്കെ എപ്പോൾ വരുമെന്ന് ഇനി പറയാൻ പറ്റില്ല. വീട്ടിൽ ചെന്നിട്ട് ഇനി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഷുഗർ ഉണ്ടാ കൂടിയാ ഇല്ലെങ്കിൽ ഹൈ ആണെന്നൊക്കെ. അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാം. കറക്റ്റ് ആ ഒരു ഗുലാബ് ജാമിന് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ വലയിടുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ബോട്ടിൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു ഷീറ്റെല്ലാം കെട്ടി അതിൻ്റെ അടിയിലിരിക്കുകയാണ്. സംഭവം അടിപൊളിയാണ്, ടേസ്റ്റാണ്, കറക്റ്റ് അതുപോലെയൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മട്ടിച്ചു പോകട്ടെ. അതുകൊണ്ട് കുറച്ചെടുത്തേ ഞാൻ കഴിച്ചോളൂ. പക്ഷേ ഇവർ ശരിക്കും ഒരുപാട് എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. അത് ഗ്ലാസ്സിലും പാത്രത്തിലൊക്കെ ഇട്ടിട്ട്. ചില സമയങ്ങളിൽ അടിപൊളിയായിട്ടുള്ളത് ഇതുപോലത്തെ കാഴ്ചകൾ നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ. ആ മേഘങ്ങളുടെ ടെക്സ്റ്റേഴ്സ് നോക്കി എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും നാഗരാജും പൊന്നും അതുപോലെ തന്നെ ആൽബർട്ടും കൂടി പാട്ടിട്ട് ഡാൻസ് തുടങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും വലയിടാനായിട്ട് ഒരു 3-4 മണിക്കൂറുണ്ടല്ലോ. അതുവരെ ഇവർക്ക് പണി ഇപ്പോൾ വലപ്പണിയാണ്. അപ്പോൾ സ്രാങ്കടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ചീത്ത പറയും പണിയെടുക്കാത്തതിന്. എന്തായാലും ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. എപ്പോഴും പണി എന്നും പറഞ്ഞിരിക്കരുതല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാന്ന് പറയും. ഈ ബോട്ടിലുള്ള എല്ലാവരും നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ പോലും ഏതെങ്കിലും 2-3 പേരുണ്ടാവും നമ്മുടെ സെയിം വൈബുള്ള ഒരുത്തൻ. അങ്ങനെയുള്ള 2-3 പേരാണ്ടത് ഇവിടെ സ്റ്റെപ്പ് ഇട്ട് തകർത്തുകൊണ്ടിരിക്കണത്.